സങ്കീർത്തനക്കാരനായ ദാവീദ് 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും എനിക്കൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന്. ഈ വാക്യത്തിൽ പറയുന്നു കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും എന്ന്. കൂരിരുൾ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും കണ്ണുനീരുകളും ഒറ്റപ്പെടലുകളും മറ്റുള്ളവരുടെ നിന്ദയും പരിഹാസവും എല്ലാമാണ് കൂരിരുൾ എന്ന് ഇവിടെ പറയുന്നത്. ആ ദാവീദ് ആ സമയത്ത് സങ്കീർത്തനം എഴുതിയതായ ആ സമയത്ത് അനുഭവിച്ചതായ ഒറ്റപ്പെടൽ, പരിഹാസം, നിന്ദ, വേദന ഒക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാലും ദൈവത്തിൻ്റെ വടിയും കോലും തന്നെ ആശ്വസിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവം തന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വടിയും കോലും തന്നെ ആശ്വസിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഏത് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാലും, ഏത് കൂരിരുളിൻ്റെ അവസ്ഥയിലേക്ക് നാം പോകേണ്ടി വന്നാലും, ഏത് പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോയാലും, മറ്റുള്ളവർ നിങ്ങളെ നോക്കി പരിഹസിക്കുന്നുണ്ടായിരിക്കാം, മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടാകാം. പലരും ഇന്ന് അത് അനുഭവിക്കുന്ന വ്യക്തിജീവിതങ്ങളായിരിക്കാം. വീട്ടിലെല്ലാവരുമുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. എന്നാലും ഒറ്റപ്പെടൽ ദാവീദിനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, സഹോദരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ദാവീദ് ഒത്തിരിയും ഒറ്റപ്പെടൽ അനുഭവിച്ച വ്യക്തിയാണ്. അതുപോലെ അനേകം പേർ ഇന്നും ഈ ലോകത്ത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തിജീവിതങ്ങളായിരിക്കും. എല്ലാവരുമുണ്ട്, പക്ഷേ ആരുമില്ലാത്തവരെ പോലെ ഒറ്റപ്പെടൽ അനുഭവിച്ച് തൻ്റെ വേദനകൾ, തൻ്റെ ഭാരങ്ങൾ, തൻ്റെ പ്രയാസങ്ങൾ, തൻ്റെ പ്രശ്നങ്ങൾ ആരോടും പറയാൻ കഴിയാതെ വേദനയിലായിരിക്കുമ്പോഴും ക്രിസ്തുവാണോ, ദൈവമാണോ നിങ്ങളുടെ കൂടെയുള്ളത് എന്ന് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്നും, ആ പ്രതിസന്ധികളിൽ നിന്നും, ആ വേദനകളിൽ നിന്നും, ആ ഒറ്റപ്പെടലിൽ നിന്നെല്ലാം വളരെ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നാം എത്ര ഒറ്റപ്പെടൽ അനുഭവിച്ചാലും, എത്ര പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും, യേശു നമ്മോട് കൂടെയുണ്ടെങ്കിൽ, യേശു നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പമുണ്ടെങ്കിൽ, നാം ആയിരിക്കുന്ന മേഖലകളിലെല്ലാം നാം യേശുവിനെ കൂട്ടുപിടിച്ച് യേശുവിനെ നമ്മോട് ചേർത്തു നിർത്തുകയാണെങ്കിൽ നമുക്ക് വളരെ ആശ്വാസം. ആ കൂരിരുളാകുന്ന താഴ്വരയിൽ കൂടി നാം നടന്നു പോയാലും നമ്മെ കൈവിടാത്ത കർത്താവ് നമ്മെ താങ്ങി നടത്തുന്നതും, ഈ പ്രതികൂലങ്ങളിലെല്ലാം നാം താളടിയായി പോകാതെ, വീണു പോകാതെ, നശിച്ചു പോകാതെ നമ്മെ കാത്തു പരിപാലിച്ച്, ആ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും അതിൽ നിന്നെല്ലാം പൂർണ്ണമായൊരു അതിജീവിച്ച് അത് നമ്മെ തകർക്കാതെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രാപ്തി നാം തന്നെ അതിശയിക്കും. എങ്ങനെ നമ്മെക്കൊണ്ട് സാധിച്ചു എന്ന്. അത് നമ്മാലല്ല സാധിച്ചത്, അത് നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവിനാൽ അത്രേ സാധിക്കുവാനിടയായത്. അതുപോലെ കർത്താവിനെ നാം കൂട്ടുപിടിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തി, നമ്മെ കൂരിരുകളിലും താഴ്വരയിലും നമ്മെ കാത്തു പരിപാലിച്ച് ഒരു പൈശാചിക ശക്തികൾക്കും നമ്മളെ ജയിക്കുവാൻ അനുവദിക്കാതെ, ആ പൈശാചിക ശക്തികൾ കൊണ്ടിടുന്ന പ്രശ്നങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും ജയിക്കുവാനുള്ള ശക്തി നമുക്ക് തന്ന് ദൈവം നമ്മെ മാനിക്കുവാനും നമ്മെ ഉയർത്തുവാനും, ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വന്ന്
നമുക്ക് പൂർണ്ണ ബലത്തോടെ ആയിരിക്കാനും ദൈവം നമ്മെ ഇടയാക്കും. ദൈവത്തിൽ ആശ്രയം വയ്ക്കുക, യേശു കർത്താവിൽ ആശ്രയം വയ്ക്കുക. പരിശുദ്ധാത്മാവ് പ്രാപിച്ച് യേശുവിനെ നമ്മുടെ കൂടെ ചേർത്തു പിടിക്കുക. യേശു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള അനുഭവം നാം പ്രാപിച്ചെടുക്കുക. അങ്ങനെ പ്രാപിക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രതികൂലങ്ങൾ വന്നാലും, കഷ്ടങ്ങൾ കടന്നു വന്നാലും, പ്രശ്നങ്ങൾ കടന്നു വന്നാലും, മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും, മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുന്നുണ്ടെങ്കിലും, മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ച് നമുക്ക് ആ പ്രശ്നങ്ങളിലെല്ലാം തരണം ചെയ്ത് പുറത്തു വന്ന് നമുക്ക് നന്മ പ്രാപിക്കുവാൻ, ദാവീദ് അനുഗ്രഹം പ്രാപിച്ചതുപോലെ, ഉയർച്ച പ്രാപിച്ചതുപോലെ, രാജാവായി തീർന്നതുപോലെ, ആ ഭവനത്തിൽ ഒന്നിനും കൊള്ളാതിരുന്ന വ്യക്തിയായിരുന്നു ദാവീദ്. എന്നാൽ ദൈവം കണ്ടത് ആ ദാവീദിനെയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ദൈവം ആ വ്യക്തി ജീവിതങ്ങളെ കൂടുതലായി സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം. കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് കൂടുതൽ ദൈവം അനുഗ്രഹങ്ങളും നന്മകളും വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദാവീദിൻ്റെ ആ ഉദാഹരണം. അതുപോലെ തന്നെയാണ് ഇയ്യോബ് ദൈവത്തെ ഒരിക്കലും തള്ളി പറഞ്ഞില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടിട്ടും, പിശാച് ഏതെല്ലാം രീതിയിൽ പരീക്ഷിച്ചിട്ടും, സകലതും എടുത്തു മാറ്റിയിട്ടും, സകലം നഷ്ടമാക്കിയിട്ടും ഇയ്യോബ് ദൈവത്തെ മുറുകെ പിടിച്ചത് കാരണം ദൈവം അവനെ ഇരട്ടിയായി മാനിക്കുവാൻ ഇടയായി. അതുപോലെ തന്നെയാണ് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ആ 3 ചെറുബാലന്മാർ. അവരും ദൈവത്തെ തള്ളിപ്പറയാതെ ഇരുന്നതുകൊണ്ട് ആ അഗ്നികുണ്ഡത്തിന്മേലും അഗ്നിയുടെ മധ്യത്തിലും യേശു കർത്താവ് ഇറങ്ങിച്ചെന്ന് അവരെ വിടുവിച്ച് അവർക്ക് അനുഗ്രഹം ദൈവം കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ നാം ഏതൊക്കെ ഭക്തന്മാരെ നാം കാണുന്നുവോ ആ ഭക്തന്മാരെ എല്ലാം നാം സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഇന്ന് ഉന്നതിയിലിരിക്കുന്ന പല ഭക്തന്മാരും അനേകം പ്രതിസന്ധികളിലൂടെ, അനേകം കൂരിരുളിൻ്റെ താഴ്വര പോലെ ഉള്ള അവസ്ഥയിലൂടെ കടന്നു പോയവരായിരിക്കും. അവരെല്ലാം ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തെ തള്ളിപ്പറയാതെ അന്ത്യത്തോളം എത്ര പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടും, ഏത് പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടും പിടിച്ചു നിന്ന് ദൈവത്തെ മുറുകെ പിടിച്ചു നിന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉയർച്ചകളും നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം എന്ത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, കൂരിരുളിൻ്റെ രീതിയിലുള്ള ഏതവസ്ഥകൾ കടന്നു വന്നാലും, നമ്മളെ മൂടിക്കളയുമെന്ന് തോന്നുന്ന രീതിയിലുള്ള അവസ്ഥകൾ കടന്നു വന്നാലും അതൊന്നും നമ്മെ ബാധിക്കില്ല, നമ്മെ തകർക്കത്തില്ല എന്നുള്ള ഉറപ്പോടെ, ദൈവത്തിൽ പ്രത്യാശയോടെ, ദൈവത്തിൽ ഉറച്ച് നാം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ആ കൂരിരുളിൻ്റെ അവസ്ഥകളെല്ലാം ദൈവം മാറ്റി നമുക്ക് അനുഗ്രഹവും നന്മയും ഉയർച്ചയും എല്ലാം തന്ന് ദൈവം മാനിക്കുവാനിടയാവും. നമ്മെ നിന്ദിച്ചവരുടെ മധ്യേ, നമ്മെ പരിഹസിച്ചവരുടെ മധ്യേ ദൈവം ഉയർത്തുവാനും മാനിക്കുവാനും അംഗീകരിക്കുവാനും ഇടയായിത്തീരും. അതിനായി ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.